അടിമാലി പഞ്ചായത്തിൽ എൽഡിഎഫ് ഹർത്താൽ പുരോഗമിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്താൻ ഡീൻ കുര്യാക്കോസ് എംപിയും ബിജെപിയുമായി ഒത്തുകളിച്ച് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, ഇപ്പോൾ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ? ശ്രീനിധി, മൂന്നാറിലേക്കുള്ള ഈ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്കുള്ള ഒരു പ്രധാന പാതയാണ് ഇത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ധാരാളം വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 മിനിറ്റ് ഒരു പഞ്ചായത്തിൽ മാത്രം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഹർത്താലാണ്. അവർ 5 മിനിറ്റ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞിട്ട് ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞ് അതിന് ശേഷം വാഹനങ്ങൾ കൃത്യമായി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ അടിമാലി പഞ്ചായത്തിലെ എല്ലാ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ബി.ജെ.പി. നേതാവ് എം.എൻ. ജയചന്ദ്രനാണ് ഇത്തരത്തിൽ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മരം മുറിയുമായി ബന്ധപ്പെട്ട അപാകതകളുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ മരം മുറിച്ച് കടത്തുന്നു എന്നൊക്കെയാണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് നിർമ്മാണം 1996-ലാണ് LDF സർക്കാർ ഈ റോഡ് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായി വരുന്നത്. എന്നാൽ ജോയിസ് ജോർജ് MP ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിന് കൂടുതൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. പിന്നീട് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഇവിടെ ഇടുക്കിയുടെ MP ആയിട്ട് വരുന്നു. അപ്പോൾ താനാണ് ഇതിൻ്റെ എല്ലാം ഈ ഫണ്ട് അനുവദിപ്പിച്ചതെല്ലാം തൻ്റെ കഴിവ് കൊണ്ടാണ് എന്നുള്ളത് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഡീൻ കുര്യാക്കോസ് കൂടുതൽ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ആ ഇടപെടലാണ് ഇപ്പോൾ ഇത്തരം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, കോടതിയിൽ തന്നെ ഈ M.N. ജയചന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ പല ഘട്ടത്തിൽ കോടതിയെ ഇത് വനമാണ് എന്നുള്ള രീതിയിൽ ഇത് റോഡ് നിർമ്മാണം തടയണമെന്ന് ആവശ്യപ്പെട്ട് പോയിരുന്നു. 2024 മെയ് 5-ന് റോഡ് പുറമ്പോക്കാണ്, റോഡ് പുറമ്പോക്കുമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഇത് തടയരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം 2024 ഓഗസ്റ്റ് 2-ന് ചീഫ് സെക്രട്ടറി യോഗം വിളിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഇത്തരത്തിൽ വനം വകുപ്പ് ഈ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 2024 സെപ്റ്റംബർ 12-ന് വനഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കാൻ വനഭൂമി വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിവേഷ് പോർട്ടലിൽ ഇത്തരത്തിലൊരു അപേക്ഷ കൊടുത്തതാണ് ഈ പ്രതിസന്ധികൾക്ക് എല്ലാം കാരണം എന്നുള്ളത് വ്യക്തമാണ്. കാരണം അതോടുകൂടി തന്നെ അന്ന് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തത് സ്റ്റേജ് 1 അനുമതിക്കാണ്. എന്നാൽ സ്റ്റേജ് 1 അനുമതി നിൽക്കുമ്പോൾ തന്നെ അന്തിമ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതാണ് ഹർജിക്കാരൻ്റെ പ്രധാന ആരോപണം. ഏതായാലും സ്ഥലം MP എന്ന നിലയിൽ ഇത്തരത്തിൽ ഈ അനുവാദം മേടിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഡീൻ കുര്യാക്കോസ് MP-യുടെ തന്നെയാണ്. എന്നാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെയാണ് ഡീൻ കുര്യാക്കോസ് MP ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൂടുതൽ വനം മുറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വിധിയുണ്ടായത്. എന്നാൽ അതല്ല, ഇത് സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തി. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമെല്ലാം ഉയർത്തിക്കൊണ്ടുവരികയും സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അതുമാത്രമല്ല, BJP ഇന്നലെ ഒരു പത്രക്കുറിപ്പ് ഇറക്കി. ആ പത്രക്കുറിപ്പിൽ പറയുന്നത് അതും സംസ്ഥാന സർക്കാരാണ് ഈ പ്രതിസന്ധിക്ക് കാരണം, നിലവിൽ ഈ ഹൈക്കോടതി വിധിക്ക് കാരണം. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ ഇതേ M.N. ജയചന്ദ്രനാണ് ആ BJP-യുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അങ്ങനെ BJP-യും ഡീൻ കുര്യാക്കോസും നടത്തിയ BJP-യുടെ വികസന വിരുദ്ധതയും അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് ഈ പിടിപ്പുകേടും അത് മറച്ചു വയ്ക്കാൻ, അത് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവയ്ക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഹർത്താൽ പുരോഗമിക്കുകയാണ്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുന്നു. പക്ഷേ ഇതൊരു പ്രധാന ദേശീയപാത ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഈ റോഡ് ഇവിടെ തടഞ്ഞിട്ടതിന് ശേഷം സുഗമമായി ഈ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ LDF പ്രവർത്തകർ ഒരുക്കുന്നത്. ശ്രീനിധി. ശരി ജോസിൽ, അടിമാലി പഞ്ചായത്തിൽ LDF ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്താൻ ഡീൻ കുര്യാക്കോസ് MP-യും BJP-യുമായി ഒത്തുകളിച്ച് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിന്മേലാണ് ഇപ്പോൾ ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.